മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബിഹായത്തുൽ ഖർന ശൈത്വാൻ, നജിദിനെ കുറിച്ച് അള്ളാന്റെ റസൂലിന്റെ ഒരു വാചകമുണ്ട്, ബിഹായത്തുൽ ഖർന ശൈത്വാൻ. നജിദിന് ബർക്കത്ത് വേണ്ട, നജിദിന് റഹ്മത്ത് വേണ്ട. ഷാമുക്ക് ദുആയിരുന്നു, യമലിന് ദുആയിരുന്നു, സ്വഹാബാക്കൾ ഒഫീ നജിദിനാ, നമ്മളെ നജിദുക്കും ദുആർക്കും നബിയെ. നബി മിണ്ടിയില്ല. 3 വട്ടം പറഞ്ഞിട്ടും മിണ്ടിയില്ല. 3-ാം വട്ടം ആവർത്തിച്ച് നബി പറഞ്ഞു ബിഹായത്തുൽ ഖർന ശൈത്വാൻ. പിശാച്ചിന്റെ 2 കൊമ്പ് പുറപ്പെടാനുള്ള സ്ഥലമല്ലേ അത്? പിശാച്ചിന്റെ 2 കൊമ്പ് പുറപ്പെടുന്ന സ്ഥലം. സ്വഹാബാക്കൾ അന്ന് തന്നെ മനസ്സിലാക്കി പിശാച്ചിന്റെ 1 കൊമ്പ് പുറപ്പെട്ട്. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന മുസൈലിമ യമാമ എന്ന് പറയുന്ന ദേശം നജിദിലാണ്. യമാമ, നജിദിലെ യമാമയിലാണ് മുസൈലിമത്തുൽ കദ്ദാബ്. അപ്പൊ യമാമയിൽ ജനിച്ച മുസൈലിമത്തുൽ കദ്ദാബ് ഒരു കർണാന്ന് മനസ്സിലാക്കി. പിന്നത്തെ ഒരു കർണ് ചരിത്രം കണ്ടിരുന്നില്ല. ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ വിദണ്ഡവാദവുമായിട്ട് വന്നിരുന്നില്ല. പിന്നെ 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 വന്നു നോക്കുമ്പോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഹാബിസ പ്രസ്ഥാനം വന്നപ്പോൾ ആളുകൾ വിധി എഴുതി, പണ്ഡിതന്മാര് വിധി എഴുതി, അദ്ദേഹമാണ് കൊമ്പ്. ഒരു അബുജദിന്റെ കണക്ക് നോക്കാറുണ്ട് പണ്ട്. ഈ അബുജദ് കണക്ക് നോക്കിയാല് ശൈത്താന്റെ കൊമ്പ് പുറപ്പെട്ടു, വെളിപ്പെട്ടു എന്ന ആ വാക്യം കിട്ടും. 1111 എന്നുള്ള സംഖ്യ പിരിച്ചു. 1111 എന്നുള്ള സംഖ്യ പിരിച്ചാല് ശൈത്താന്റെ കൊമ്പ് പുറപ്പെട്ടു എന്ന് കിട്ടും. ഇത് സുന്നി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി. വിശേഷപ്പെട്ടും 2-ാം ഇബ്നു ഹജർ എന്ന് ലോകം വിളിക്കുന്ന അഹ്മദ് സൈനി ദഹ്ലാൻ, മുഫ്തി മക്ക, ഇമാമു മക്ക, മക്കയിലെ മുഫ്തിയായിരുന്ന അഹ്മദ് സൈനി ദഹ്ലാൻ, വഹാബി പ്രസ്ഥാനത്തിന്റെ ആധിപത്യത്തിന്റെ മുൻപ് തുർക്കി മക്കയിൽ ജീവിച്ച മഹാരഥനായ പണ്ഡിതനാണ് അഹ്മദ് സൈനി ദഹ്ലാൻ. നമ്മുടെ ഇമാമുകൾ അദ്ദേഹത്തെ പറയാറുള്ളത് 2-ാം ഇബ്നു ഹജർ. ആ അഹ്മദ് സൈനി ദഹ്ലാൻ തന്റെ കിതാബിൽ എഴുതി ശൈത്താന്റെ മറ്റേ കൊമ്പും വെളിപ്പെട്ടു എന്ന് കൃത്യാക്ക 1111. അപ്പൊ 12-ാം നൂറ്റാണ്ടിന്റെ ആ കാലത്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. 13-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം എങ്ങനെ വന്നു? അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയാം. അദ്ദേഹത്തിന്റെ ആദ്യ ജീവിതകാലത്തെ അനുഭവങ്ങളൊക്കെ നമ്മളെ ഇമാം ഷാഫിഈനെ മറിച്ചു വെക്കും. ആജാതി തരത്തിലുള്ള അത്ഭുതങ്ങളാണ് അദ്ദേഹത്തിന്റെ ചരിത്രം വിവരിക്കുന്നത്. അതിലൊന്നും നമുക്ക് കാര്യമില്ല. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ നടക്കുന്നത് നടക്കട്ടെ. ഇപ്പൊ എല്ലാ ഹജ്ജിന് പോയ ആൾക്കും വെറുതെ കിട്ടണ കിതാബാണ്. വിതരണം ഇങ്ങനെ നടക്കുകയാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ദാഇയത്തു തൗഹീദ്, തൗഹീദിന്റെ പ്രബോധകൻ, തൗഹീദിന്റെ കഠിന പ്രബോധകൻ, വലിയ പ്രബോധകൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പഠിക്കുന്ന ചരിത്രം വിവരിച്ചിട്ട് ആ ചരിത്രത്തിൽ പഠിപ്പിക്കുന്ന ലേശം പകുതി നോവൽ പോലെ വായിച്ചു പോകാൻ പറ്റുന്ന കണ്ട അറബികൾ വേഗം കുടുങ്ങുന്നില്ല. വിസാറത്തു ശൂരിൽ ഇസ്ലാമിയ അൽ ഔഖാഫ് ദഅവത്തി വൽ ഇർഷാദ് അൽ മംലക്കത്തുൽ അറബിയ സഊദിയ, സൗദി ഭരണകൂടത്തിന്റെ ദഅവത്തിന്റെയും ഔഖാഫിന്റെയും കാര്യവകുപ്പ് സൗജന്യമായി വിതരണം ചെയ്യാൻ വേണ്ടി ഇറക്കുന്ന ഗ്രന്ഥാണ്. ഇങ്ങനെ 100,000 ഗ്രന്ഥമുണ്ട്. എന്റെ ഒരു സുഹൃത്ത് ഇവിടെ വേറൊരു ഗ്രന്ഥം കൊടുത്തു വന്നിട്ടുണ്ട്. സൗദി ഭരണകൂടത്തിലെ കുട്ടിയേക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. 6-ാം ക്ലാസ്സിലെ കുട്ടിയേക്ക് പഠിപ്പിക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചരിത്രം. അതിലും ഞാൻ നോക്കിയപ്പോഴുണ്ട് ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പഠനയാത്രകളുണ്ട്. ഞാൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയാം. അദ്ദേഹത്തിന്റെ പഠനയാത്ര നീണ്ടുപോയി. എവിടേക്ക് ആ ചരിത്രം നോക്കിയാൽ കാണാനുള്ളത്? അതിശയങ്ങൾ കുറെ നടന്നിട്ടുണ്ട്. അതിശയോക്തിപരമായ അതിഭാവുകത്വങ്ങൾ കലർന്ന ചരിത്രം ചമക്കലുകൾ കുറെ നടന്നിട്ടുണ്ട് എന്നതിന് ഇത് ഉദാഹരണമാകും. അദ്ദേഹം ആദ്യം പഠിച്ചത് പിതാവിൽ നിന്നാണ്. പിതാവിൽ നിന്ന് അദ്ദേഹത്തെ പോലെ പഠിച്ച ആളാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ സുലൈമാൻ. അദ്ദേഹം നല്ല സുന്നിയാണ്. ഇദ്ദേഹത്തിനെതിരെ തന്നെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് പേടിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ബാപ്പ അബ്ദുൽ വഹാബും സുന്നി സരണിയിലാണ്. അപ്പൊ അവിടുന്ന് കിട്ടിയ വിദ്യല്ലത്. പിന്നെ മദീനത്ത് ചെന്നു. മദീനത്ത് ചെന്നപ്പോൾ 2 ആളെ കിട്ടി. മഹാഭാഗ്യം. ഇബ്നു തീമിയയുടെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ ഈ ഗുരുവര്യൻ അവസരമുണ്ടാക്കി. ഇപ്പൊ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പേക്കുന്നത് അള്ളാന്റെ റസൂലിന്റെ മദീനത്ത് ചെന്നിട്ട് എന്ത് ചെയ്യാനാ? അല്ല, ഞാൻ ഓതി വെച്ച ആയത്തതായിരുന്നു. ബിദ്അത്തിന്റെ അഹ്ലികാരെ പറയുന്നിടത്ത് ഓതി വെച്ച ആയത്ത്. അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസനാ. അല്ലാഹു തആല ഒരാൾക്ക് അയാൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം പിശാച് മുഖേന നല്ലതാന്ന് തോന്നിപ്പിക്കും. അത് അതിലേറെ പോവും, കേടുവരും. അത് ചിലപ്പം വലിയവരും പേക്കും. നേരെ മറിച്ച് ചീത്ത പ്രവൃത്തികൾ പ്രവർത്തിക്കുന്നത് തന്നെ നല്ലതാണെന്ന് തോന്നിപ്പിച്ചാലോ
ഫറആഹു ഹസന, അത് സൽക്രമമായി കണ്ടാലോ പിന്നോ പേക്കാൻ വേറൊരു കാര്യവും കാണേണ്ടതില്ല. എന്നിട്ട് പറഞ്ഞ യുദില്ലു ബിഹി യുദില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. അല്ലാഹു ഇഷ്ടപ്പെടുന്നവരെ അല്ലാഹു പഴപ്പിക്കും, അല്ലാഹു ഇഷ്ടപ്പെടുന്നവരെ അല്ലാഹു ഹിദായത്താക്കും. ഇതേ ആയത്തിനെ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ എല്ലാവരും ചുമത്തിയത് ഖവാരിജിലാണ്. ഖവാരിജ് കാരണം ഭക്തരായിരുന്നു, വലിയ നിസ്കാരക്കാരായിരുന്നു, വലിയ പ്രബോധകരായിരുന്നു, അതിഭക്തന്മാർ. ആദിഭക്തന്മാരായ ഖവാരിജുകൾ വിശ്വാസം പിഴച്ചപ്പോൾ അല്ലാഹു തആല തെറ്റിച്ചു. ആ പിഴച്ചതായ കൂട്ടക്കാരിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് വിവരിച്ച ശേഷം മഹാനായ ഖുർആൻ വ്യാഖ്യാതാവ് അല്ലാമ അഹ്മദ് സ്വാമി പറയുന്നു, വമിസ്ലു ദാലിക, ഇതുപോലെ തന്നെയാണ് നമ്മളെ നാട്ടില് സൗദിയിലുണ്ടായിട്ടുള്ള വഹാബിയത്ത് എന്ന് പറയുന്ന ഒരു കക്ഷി. അന്ന് സൗദി ഇല്ലട്ടോ. നമ്മളെ നാട്ടില് യുഖാലുലഹുമുൽ വഹാബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കക്ഷി. ആ കക്ഷിയും ഇതുപോലെ തന്നെയാണ്. ഓല് വിചാരിക്കുന്നത് ഓല് തന്നെയാ നല്ലത്, ഓല് വിചാരിക്കുന്നത് ആ ചിന്താന. ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ തുടക്കം അള്ളാന്റെ വിശുദ്ധ മദീനയിൽ നിന്നായാൽ ആ മദീനയിൽ വന്നപ്പോ പണ്ഡിതൻ ഇദ്ദേഹത്തെ വായിപ്പിച്ചു. രണ്ടാമത്തെ പണ്ഡിതനിൽ നിന്ന് കിട്ടിയത് അനുകരണം വേണ്ടേ വേണ്ട, ഒരാളെയും അനുകരിക്കരുത്, സ്വന്തമായി അഭിപ്രായം പറയാൻ ആർജവം വേണം, മുൻപുള്ളവരെ വെടിയണം, മുൻപുള്ളവരെ അനുകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കരുത്, മദ്ഹബിന് വേണ്ടിയിട്ട് പക്ഷപാതിത്വം പിടിക്കരുത്, കർമ്മശാസ്ത്ര മദ്ഹബിൽ നിന്ന് തന്നെ ഇഷ്ടമുള്ളത് പറയാം. ഈ വിധത്തിലുള്ള ഒരു ആർജവം ഉണ്ടാക്കിയത് മറ്റേയാള് പോരെ. പിന്നെ ഇബ്നു തൈമിയ്യന്റെ ഗ്രന്ഥം വായിക്കാനും അവസരം, സ്വന്തം പറയാനും തഖ്ലീദും അനുകരണമൊക്കെ ഒഴിവാക്കാനും പറ്റുന്നതായ ചിന്തയും. ഇത് രണ്ടാളിൽ നിന്ന് കിട്ടിയിട്ട് ചരിത്രം പറയുന്ന ആള് വന്നു. അദ്ദേഹം വന്നിട്ട് ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ തന്നെ വായിച്ചു. ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ തന്നെ വായിച്ചിട്ട് അദ്ദേഹം സുന്ദരമായി, ശ്രദ്ധിക്കണം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ തൗഹീദിന്റെ മണ്ണായ മദീന, ആ മദീനയടക്കമുള്ള മക്കത്ത് 1000 കൊല്ലമായി നിലവിലില്ലാത്ത തൗഹീദിന്റെ ഭരണകൂടം സ്ഥാപിക്കാൻ ആർക്ക് കഴിഞ്ഞു? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള മുഹമ്മദ് ബിൻ സഊദ് എന്ന ഭരണാധികാരി കൈക്ക് സഊദി ഭരണകൂടത്തിലെ തൗഹീദ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. തൗഹീദ് അല്ല വിഷയം, 1000 കൊല്ലമായി വിനഷ്ടമായ തൗഹീദ്. മക്ക മദീനന്റെ മണ്ണിൽ കഴിഞ്ഞ 1000 കൊല്ലെങ്കിലും ഈ തൗഹീദില്ല എന്ന പരാമർശം എത്ര കടുത്ത അപരാധമാണ്! ചരിത്രം പൊറുക്കുമോ? അള്ളാഹു മാപ്പ് നൽകുമോ? വല്ലാത്ത കുറ്റമല്ലേ അത്? എന്ത് അപരാധമായി എഴുതുന്നത്? ഒരു പണ്ഡിതൻ വരും മദീന, അന്ന് മദീനയിലെ പണ്ഡിതനിലേക്ക് ഇൽമു ഒന്നാകെ കൂടും, ദീൻ തന്നെ മദീനയിലേക്ക് എത്തും, പാമ്പ് മാളത്തിൽ ഒതുക്കുന്നത് പോലെ ദീൻ മദീനയിൽ കൂടും എന്ന് പറഞ്ഞ ആ ഹദീസിന് പണ്ഡിതന്മാരും മുഹദ്ദിസുകളും ആസകലം വ്യാഖ്യാനിക്കുന്നത് ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മേലാണ്. അപ്പൊ മക്കയിൽ സഊദി ഭരണകൂടത്തിന്റെ വിധാതാവാകാൻ, അതിന് വേദി ഒരുക്കാൻ, ദീനിന്റെ ദശയിൽ മൂശ വാർത്തെടുക്കാൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും രാഷ്ട്രീയാധികാരങ്ങൾ മുഴുക്കേയും പിടിച്ചെടുക്കാൻ മുഹമ്മദ് ബിൻ സഊദും പരിശ്രമിച്ചു. രണ്ടുപേരും കൂടിയിട്ടുണ്ടാക്കിയെടുത്ത ആ രണ്ട് ഭരണത്തിന്റെയും ഇദ്ദേഹത്തിന്റെ ദഅവത്തിന്റെയും പേരിൽ ഉടൽ കൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് വഹാബിസം. ഇതാ വഹാബിസം.